കോഴിവണ്ടികളെല്ലാം ഇതേപോലെ സർവീസ് ചെയ്യണം. ഇവിടെ ഫുഡൊക്കെ സാപ്പിട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ ഹോട്ടലുണ്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. കൊറോണ ആയതുകൊണ്ടാണ് മാസ്ക് ഒക്കെ വെച്ചേക്കുന്നത്. ഇതാരാന്നറിയോ? അതൊന്ന് അഴിച്ചു കാണിച്ചോ. ഇത് നമ്മടൊപ്പം വട്ടവടയിലെ ക്യാമ്പയിനുണ്ടായിരുന്നേ മലബാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഓണറാട്ടോ, തായർ എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ കുറ്റിപ്പുറത്താണുള്ളത്. നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. പുള്ളിക്കാരൻ വണ്ടീൻ്റെ ഡ്രൈവറാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ വണ്ടിയിൽ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയുടെ എവിടെയൊക്കെ ആയിരിക്കും, അവിടെ എവിടെയും പോയിട്ട് ഫാമിൽ നിന്ന് കോഴീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ. എങ്ങനെ ഈ വണ്ടി ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ആർക്കും വണ്ടി കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകാനോ വരാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ആവശ്യ സാധനങ്ങൾക്ക് പോകുന്ന ലോറികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നുണ്ട്. അപ്പോൾ അതിൽ പെടുന്നതാണ് കോഴിവണ്ടി. ഇന്ന് ഏപ്രിൽ 7-ാം തീയതിയാണ്. 1-ാം തീയതി മുതലാണ് കോഴിവണ്ടി ഇതുപോലെ ഓടാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളും, ഇതുപോലുള്ള ഒരുപാട് ലോറി ഡ്രൈവർമാർ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് സാധനം കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണി ആവുന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവാണ്. പോയിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാട്ടോ വണ്ടിയിൽ ഫുള്ള് കൂടും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളായാലും അവരായാലും സേഫ്റ്റി വിട്ടിട്ട് കളിയൊന്നുമില്ല. മാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ അവരും കർച്ചീഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, വണ്ടിക്കകത്തുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതല്ല, നമ്മൾ ഇങ്ങനെ ഒരു പണിക്ക് പുള്ളി വിളിച്ചപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു കാര്യമുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് ആയതുകൊണ്ട് ബോർഡറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് കയറി കേട്ടോ. അപ്പൊ തന്നെ റോഡിന്റെ ഗതിയൊക്കെ ആകെ മാറി. നമ്മുടെ തായറിന്റെ ഉമ്മ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ. നമുക്ക് റോഡിൽ എവിടെ ഫുഡ് കിട്ടാത്തതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഫുഡ് വാങ്ങിയെടുക്കുന്നത്. പുറത്തുനിന്ന് ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് കിട്ടത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. ചില സ്ഥലങ്ങളിലൊക്കെ റോട്ടിലൊക്കെ ഇതുപോലുള്ള ലോറിക്കാർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പലയിടത്തും കണ്ടതാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. പുള്ളിയിലുള്ള ചെക്കിങ്, പോലീസുകാരുടെ ചെക്കിങ് ആണ്. അതുപോലെ ഞങ്ങളിവിടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടോ. സമയം 1:30-2 മണി ആവാനായി. തായറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് ഇനി ബാക്കി.
സമയം 3 മണി കഴിഞ്ഞേ. ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ കഴിഞ്ഞിട്ട് ഇവിടെ ലോറി സൈഡാക്കിയേക്കുക. ലോഡിങ്ങിനുള്ള ആൾക്കാർ വരണം. അതുപോലെ നമ്മൾ നടിപ്പുന്നി എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് വഴിയാണ് അങ്ങോട്ട് കയറുന്നത്, തമിഴ്നാട്ടിലേക്ക് കയറുന്നത്. ഫാം ഏതാണ്ട് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും. പൊള്ളാച്ചി റൂട്ടിൽ നമ്മൾ പോയിട്ട് ഇവിടെ അടുത്തുള്ള ഏതോ ഒരു ഫാമാണ്. അപ്പോൾ നമുക്കിനി ചെക്ക് പോസ്റ്റ് ചെന്നിട്ട് കാണാം കേട്ടോ. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അങ്ങോട്ട് പോയി നോക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടൈം ഞാൻ ഈ മാസ്ക് ഇടുന്നത്. ഇതിൻ്റെ ഈ വള്ളി ഉണ്ടല്ലോ, ഇത് ചെവിയെ കിടന്നിട്ട് ഭയങ്കര വേദന. ഈ നേഴ്സുമാർ ബാക്കിയുള്ളവർക്ക് സമ്മതിക്കണം കേട്ടോ. ഞാൻ ഒരു 2-3 മണിക്കൂർ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് തന്നെ പെരും വേദന. നമ്മളിപ്പോൾ ഉള്ളത് നടിപ്പുണി ചെക്ക് പോസ്റ്റിലാട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ കോഴിവണ്ടികളെല്ലാം ഇതേപോലെ സർവീസ് ചെയ്യണം. ഇതാ പക്ഷിപ്പനി വന്ന പിന്നെയാണ് ഇങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. തമിഴ്നാട്ടിലേക്ക് പോകുന്നതും നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. കോഴി കൊണ്ടുവരാൻ പോകുന്ന വണ്ടിയെല്ലാം ഇവിടുന്ന് സർവീസ് ചെയ്തിട്ട് വേണം പോകാൻ. 300 രൂപ കേട്ടോ ഇവിടെ സർവീസ് ചെയ്യുന്നതിന്. സർവീസ് നിർബന്ധമാണ്. അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കും. ഇത് നമ്മുടെ വണ്ടി ഇവിടെ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഇത് കണ്ടോ, ഇത് വേറൊരു ലോറിയാണ്. അവിടുന്ന് വന്നു തന്നെ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ലോറിക്ക് ഇതടിക്കും. മരുന്നാണ്, ഇത് മരുന്നാട്ടോ അടിക്കുന്നത്. ഇത് മരുന്നല്ലേ? നിങ്ങൾ എവിടുന്ന് വന്നേ? തിരൂരിൽ നിന്ന് വന്നതാണ്. അവിടുന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് മരുന്നടിക്കും. എന്നാ മരുന്ന? ഡെറ്റോളാ? ഇതായിട്ടോ മരുന്ന്. വാട്ടർ സർവീസും മരുന്നും അടിച്ചു എന്നത് അവിടെ പുള്ളി നമ്മുടെ വണ്ടീൻ്റെ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതി തരും. ആ പേപ്പറാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് കാണിക്കേണ്ടത്. ഇത് ഇവിടെ മരുന്നടിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മരുന്നടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം, തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. ഇനി അവിടുത്തെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അവിടെ ഇനി എന്തുണ്ടാവുക? അവിടെ നമ്മൾ ഈ കടലാസ് അവിടെ കാണിച്ചു കൊടുക്കണം. ഇവിടുത്തെ കേരള RTO ചെക്ക് പോസ്റ്റിലെ വണ്ടി മൊത്തം സാനിറ്റൈസ് ചെയ്യുന്ന സ്പ്രേ അടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ന് അടിച്ചില്ലല്ലോ. തമിഴ്നാട് അടിക്കുമോ? തമിഴ്നാട് വണ്ടിക്ക് അടിക്കും. ഇവിടെ കഴിഞ്ഞു. നമ്മളെ ചെക്ക് ചെയ്യോ ടെമ്പറേച്ചർ? ഇവിടെ തമിഴ്നാടിന്റെ ഹെൽത്ത് ഓഫീസേഴ്സ് ഉണ്ട്. നമ്മളവിടെ പോയിട്ട് നമ്മുടെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ആ പേപ്പറും അല്ലേ അവിടെ കാണിക്കണം. തമിഴ്നാടിൻ്റെ ഒരു പോലീസുകാരനെ നമ്മളോട് ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു നോക്കിട്ടോ. അടിപൊളി. നമ്മളോട് ഫുഡൊക്കെ സാപ്പിട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ ഹോട്ടലുണ്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ നേരത്തെ കഴിച്ചിട്ടാണ് വന്നത്. അതുപോലെ തായർ അവിടെ പോയിട്ട് ആ പേപ്പറൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് പോസ്റ്റ് ക്ലിയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ നോക്കിയിട്ടോ. നമുക്ക് രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ആ 100 ആ ലെവലാണെങ്കിൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വിടത്തുണ്ടാവില്ല. ഇതേ നമ്മുടെ പിന്നാലെ വന്ന ലോറിക്കാരൊക്കെ ദേ അങ്ങോട്ട് പോകുന്നുണ്ട്. ദേ അവരൊക്കെ ഇപ്പോൾ അവിടെ ചെക്ക് ചെയ്യും. ദേ പോലീസുകാരൻ ദേ എല്ലാവരോടും ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേ ടയർ വന്നു. എന്തായി? അടുത്ത് നമുക്കൊരു നമ്പർ തന്നു. അവർ ചെക്ക് ചെയ്തൊരു നമ്പർ, നടുപ്പുണി ചെക്ക് പോസ്റ്റ്. അതിന് കാണിക്കൊന്നും വേണ്ടല്ലോ. ദേ ആ പോലീസുകാരൻ എന്നോട് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് എന്തോ പറഞ്ഞേ. എന്നാ പോ, നമുക്ക് പോ കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറി. ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനൊക്കെ ഇപ്പോൾ ഈ സമയത്ത് കൊറോണ ടൈമിൽ തമിഴ്നാട്ടിലേക്ക് വരുന്ന വണ്ടികളൊക്കെ ഇത്രയും പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഇവിടെ കയറുന്നത്. അപ്പോൾ ഇനിയും പോയി നമുക്ക് ഫാമിൽ പോയി ലോഡ് എടുക്കുക, തിരിച്ചു വരിക, അത്രയുള്ള പരിപാടി. ഇപ്പോഴും നമുക്ക് എവിടെയാണ് ഫാം എന്ന് അറിയത്തില്ല. അതാണ് ഈ കോഴി എടുക്കാൻ പോകുന്നവരുടെ ഇത് ഏജന്റ് മുഖേന വരുന്നതുകൊണ്ട് ഇനിയും വിളിച്ചു നോക്കണം. ഇപ്പോൾ തമിഴ്നാട് എത്തി നമ്മൾ ഇനി അവരെ വിളിച്ചു നോക്കിയാലേ കറക്റ്റ് എവിടെയാണെന്ന് അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ പൊള്ളാച്ചി റൂട്ടിലാണ് ഉള്ളത്. ചിലപ്പോൾ അടുത്ത എവിടെയുള്ള ഫാം ആയിരിക്കും. അതേ തായർ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി വിളിച്ചു ചോദിച്ചാൽ ഏതാ ഫാം എന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ നിർത്തി ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പോഴാണ് പള്ളടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടുന്ന് 60 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് വേണം കോഴീനെ എടുത്തു വരാൻ. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ഞങ്ങളിതാ എവിടെയോ എത്തി നിൽക്കുന്നു. ഈ ഭാഗത്ത് എവിടെയാണ് ഫാം ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റ് ബ്രിഡ്ജ് കയറ്റി വണ്ടീൻ്റെ വെയിറ്റ് നോക്കുന്നുണ്ട്. നമ്മൾ കോഴി കയറ്റുന്നതിന് മുമ്പ് വെയിറ്റ് ബ്രിഡ്ജിൽ വണ്ടീൻ്റെ വെയിറ്റ് നോക്കിയിട്ട് കോഴി ഫുള്ള് ലോഡ് ചെയ്ത് വന്നിട്ട് വീണ്ടും വെയിറ്റ് നോക്കും. അങ്ങനെയാണ് നമ്മൾ കോഴീൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി ഇവിടെ സെറ്റാക്കി നിർത്തി വെച്ചിട്ടുണ്ട്. വെയിറ്റ് നോക്കുന്നുണ്ട്. ഇവിടെ സമയം 7:30 ആയപ്പോൾ നമ്മൾ ഫാമിൻ്റെ അവിടെ എത്തിയിട്ടോ. പക്ഷേ കറണ്ടില്ല, അതുകൊണ്ട് മൊത്തം ഇരുട്ടാണ്. ഇത് നമ്മുടെ വണ്ടിയിൽ നിന്ന് കണ്ട് കൂടൊക്കെ ഇറക്കുന്നു. ഫാമിൻ്റെ ഓരോ ഭാഗത്തായിട്ടാണ് കൂട് ഇറക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൂട് ഇറക്കിയിട്ട് പിന്നെ വണ്ടി മുമ്പോട്ടിട്ടിട്ട് അടുത്ത ഡോറിൻ്റെ അവിടെ ആയിട്ട് വീണ്ടും കൂട് കുറച്ച് ഇറക്കും. അങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ടാണ് കൂട് ഇറക്കുന്നത്. ഇവർ ഫാമിൻ്റെ അകത്തുനിന്ന് കോഴീനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കൂടിനകത്ത് നിറയ്ക്കുന്ന കഴിച്ചിട്ടത്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണത്തുണ്ടാവില്ല. എൻ്റെ തലയിൽ ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അവിടെയാണ് കോഴികളെല്ലാം നിൽക്കുന്നത്. അതിനെ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഇവിടെ ഒന്നാമത് വെളിച്ചമൊന്നുമില്ല. അപ്പോൾ അധികമൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അവിടെ അവർ കോഴീനെ നിറയ്ക്കുകയാണ്. അത് ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്ത് എടുക്കും. അപ്പോൾ ഇവിടുന്ന് കോഴീനെ നിറയ്ക്കും. ഇനി നമ്മൾ അവിടെ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് വണ്ടീൻ്റെ വെയിറ്റ് ഒന്നുകൂടെ നോക്കി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും സൗണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ തൊട്ടടുത്തൊരു വലിയ വിൻഡ് മില്ല് ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഫുള്ള് വിൻഡ് മില്ലാട്ടോ. ഇരുട്ടായ കൊണ്ടൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയതിനെ. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. ഇതേ ഫാമിലെ കറണ്ട് വന്നു കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അത് ഈ സൈഡും ഉണ്ട്, ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഇതുണ്ടോ കോഴികളുണ്ടോ? അവിടെ കൂടൊക്കെ ഇറക്കി അവിടെ നിറയ്ക്കുന്നുണ്ട്. സമയം രാത്രി 10 മണിയായി. നമ്മളിത് തിരിച്ച് നമ്മുടെ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ അവിടെ വന്നു. ഇവിടുന്ന് ഇത് രണ്ടാമത് വെയിറ്റ് നോക്കണം. അപ്പോൾ വെയിറ്റ് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നേരെ നാട്ടിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ സമയം 3 മണിയായിട്ട് വെളുപ്പിനെ 3 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെ വന്നു. ഇത് നമ്മൾ കൊണ്ടുവന്ന ലോഡ്. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് പല്ലടെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ഈ ലോറിലുള്ള കോഴീനെ ഫുള്ള് നനച്ചായിരുന്നു. എന്ന് വെച്ചാൽ കോഴി ഈ കൂടിനകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചൂടിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാക്കുക. നനഞ്ഞ് കഴിയുമ്പോൾ കോഴിയൊക്കെ ഒന്ന് ചുരുങ്ങുമല്ലോ, കൂടെ എല്ലാം ഒന്ന് ഇതായിട്ട്. അങ്ങനെ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ലോറി ഫുള്ള് നനച്ചായിരുന്നു. അതിൻ്റെ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ഒരു ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വെട്ടമല്ലാത്തതുകൊണ്ട്. ഇനിയാണ് ശരിക്കും പണി ആരംഭിക്കുന്നത്. നമ്മൾ ഈ സാധനം ഫുള്ള് നമ്മുടെ ലൈനിൽ സപ്ലൈ ചെയ്യണം. ഇപ്പോൾ തന്നെ ഓർഡർ അനുസരിച്ച് എല്ലാ കടയിലും കൊണ്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇതിൻ്റെ ഒരു പണിക്ക് വേണ്ടിയിട്ട് കയറിയതാണ്. ഒരുപാട് പേര് നെഗറ്റീവ് പറയും, എന്തായാലും കൊറോണയായിട്ട് വീട്ടിലിരിക്കാണ്ട് അത് പോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള കാര്യത്തിനും ആളെന്തായാലും വേണമല്ലോ, ഞാനല്ലെങ്കിൽ വേറൊരാൾ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു ട്രിപ്പ് കിട്ടിയോണ്ട് മാത്രം ചെയ്തതാണ്. കൂടുതലും ട്രിപ്പ് നാട്ടിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യ്, അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യ്, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.